ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഊണെല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഇത്. എന്താ എന്നാന്ന് മനസ്സിലായ? പഴുത്ത ചക്ക വരട്ടി വെക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഭാഗം ഞാനും ഏട്ടനും കൂടെ കഴിച്ചു. അതിൻ്റെ ബാക്കിയുള്ളത് ഇന്നലെ കുറച്ച് വെല്ലമിട്ട് വേവിച്ച് അവിടെ വെച്ചു. ഇന്ന് രാവിലെ അത് അരച്ചിട്ട് അവിടെ വെച്ചു തന്നു. ഉച്ചയ്ക്ക് ശേഷം ഇത് പണിയെല്ലാം ഒരുങ്ങിയിട്ട് ഈ പണിക്കിറങ്ങി. അല്ലെങ്കിൽ ശരിയാവില്ല. നല്ല സമാധാനത്തിൽ ചെയ്യേണ്ട ഒരു പണിയാണിത്. തീക്കത്തുന്നാണ്ട എന്ത് രസം. അടുപ്പിലാണ് ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും നല്ല സുഖം കേട്ടോ, ഗ്യാസിനേക്കാളും. നമുക്കിവിടെ ഇഷ്ടംപോലെ വിറകില്ലോണ്ട് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം അടുപ്പിൽ തന്നെ ചെയ്യുന്നത്. എന്താ ചക്കയൊന്നും വേസ്റ്റാക്കി കളയില്ല. കുഞ്ഞുങ്ങളെല്ലാം വരുമ്പോഴേക്ക് ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വരട്ടി അവിടെ വെച്ചാൽ അവർ വരുമ്പോൾ നമുക്ക് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും പലഹാരമോ പായസമോ എല്ലാം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ മഴക്കാലം തുടങ്ങുമ്പം ഇതിൻ്റെ നല്ല പ്രഥമൻ, ചക്കേൻ്റെ പ്രഥമൻ വെച്ച് കുടിക്കാൻ നല്ല സ്വാദാണ്. പുറത്ത് മഴ പെയ്യുമ്പോൾ അകത്ത് നല്ല ചൂട് ചക്ക പ്രഥമൻ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ചക്കക്കാലത്ത് കുഞ്ഞുങ്ങളിവിടെ ഉണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വെക്കും. ചക്ക നല്ല മിനുസത്തിൽ അരച്ചിട്ട് ആക്കണം. ഇങ്ങനെ വേവിക്കുമ്പം തന്നെ ആവശ്യത്തിനുള്ള വെല്ലം ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വെല്ലം ഇടില്ല. ഞാൻ പിന്നെ ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇതിൽ നെയ്യൊന്നും ഒഴിക്കലില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ വെറും ചക്ക നല്ല അതിൻ്റെ ഒരു കറക്റ്റ് പാകമുണ്ട്. നല്ല ടൈറ്റായിട്ട് വരും. പിന്നെ നല്ലൊരു കളറ് മാറ്റം വരും. ആ സമയമാകുമ്പോൾ ഞാനിത് വാങ്ങി വെക്കും. എന്നിട്ട് തണിഞ്ഞിട്ട് കുപ്പിയിലാക്കി വെക്കും. അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കലുണ്ടാ ചക്ക വരട്ടിയത്? തീക്കത്തുനിന്ന് കാണാൻ നല്ല രസം. ഇനിയും കുറേ ചക്കയുണ്ട്. എല്ലാം ഒന്നും ആക്കൂല, കുറച്ചായിട്ട് ഇങ്ങനെ. ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ ഒരു വീഡിയോയിലും അങ്ങനെ പറയലില്ല. പറയാണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും എല്ലാം ചക്ക വേസ്റ്റ് ആക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് നല്ല ഇൻട്രസ്റ്റിങ് പണിയാണ്. ഇതുപോലെ ഉരുളിയിൽ തന്നെ ആക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റും പിന്നെ ഇളക്കി കൊടുക്കാനുള്ള നല്ല സുഖം. ഓക്കേ, അപ്പോൾ ഇത് ശരിയായ പാകം ആയി വരുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ വീഡിയോ എല്ലാം എടുത്തു. കുറച്ചും കൂടെ ആവണം വേണ്ട, കുറച്ചും കൂടെ ടൈറ്റ് ആവണം. അപ്പോൾ ഇതായിട്ടില്ല വേണ്ട. ഓക്കെ, ബൈ.